ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാതെയും വെള്ളം കൊണ്ട് നനയ്ക്കാതെയും ഒക്കെ എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിവിടെ വെള്ളം ചൂടാക്കാതെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ബാക്കി വന്ന ചോറാണ്. ഇപ്പോൾ ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അത്യാവശ്യത്തിന് ഇത് അരയാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി നന്നായിട്ട് കുഴയ്ക്കാൻ ആവശ്യമായത് എത്രയുമാണോ അത്രയും തന്നെ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. 1 കപ്പ് മാത്രമേ എടുക്കാവൂ എന്നൊന്നുമില്ല. വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ചോറ് കൊണ്ട് തന്നെ പൊടി കുഴച്ചെടുത്താൽ മതിയാകും. അഥവാ വെള്ളം ചേർത്താൽ ചിലപ്പോൾ നൂലപ്പം ശരിയായി വരണമെന്നില്ല. വീണ്ടും പേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചോറ് അരച്ചെടുത്താൽ മതിയാകും. ഞാനിവിടെ രണ്ടാമത് കുറച്ചുകൂടി ചോറ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡോ ഹാർഡ് ആകാതെ തന്നെ കുഴച്ചെടുക്കണം. നല്ലപോലെ ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കിട്ട് പീച്ചിയെടുക്കാം. ഇടിയപ്പത്തട്ടിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ ഉണ്ടാവണ പോലെ തന്നെ നല്ല ഫ്ലോയിൽ ഇടിയപ്പം വീശിയെടുക്കാൻ കഴിയുന്നുണ്ട്. വിട്ട് പോകുന്നതൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി വെച്ച് ഇടിയപ്പം ആക്കിയെടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ചൂടുവെള്ളത്തിൽ കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇടിയപ്പം ഇതിൽ കിട്ടും. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനും ഒരുപാട് സമയമൊന്നും വേണ്ട. വേഗം തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഇടിയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.